സമയം അർദ്ധരാത്രിയോടടുക്കുന്നു. പതിവ് പോലെ ഇന്നും അത്താഴത്തിന് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ 11 വയസ്സുകാരൻ പയ്യൻ പൊട്ടിയ വയറുമായി തന്റെ സഹോദരനോടൊപ്പം നടന്നു നീങ്ങുകയാണ്. കഠിനമായ വിശപ്പ് ഒരു യാചകനെ പോലെ പല കടകളിലും കയറിയിറങ്ങുന്നു. പലരും തങ്ങളെ അവഗണിക്കുന്നു, പഴി പറയുന്നു. എന്നാലും അമിതമായ വിശപ്പ് അവനെ മുന്നോട്ട് തന്നെ നയിച്ചു. അവസാനം അവർ ചെന്നെത്തിയത് മെക്ഡൊണാൾഡ്സ് എന്ന വമ്പൻ ബർഗർ കമ്പനിയുടെ മുന്നിലായിരുന്നു. മെല്ലെ പുറകിലോട്ട് ചെന്ന് പിൻവാതിൽ മുട്ടി. വല്ല ബർഗറും ബാക്കിയുണ്ടോ എന്ന് തിരക്കുന്നു. അന്ന് വിശന്നവശനായ കുട്ടിയുടെ മുഖത്തിന്റെ തീഷ്ണത കണ്ടിട്ടാവണം ബെണ്ണ എന്ന സ്ത്രീ ബാക്കിയുള്ള ബർഗറിൽ ഏതാനും അവന് നൽകുന്നു. കാലങ്ങൾ ഒരുപാട് പിന്നിടുന്നു. കാലം അതിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചിടുന്നു. അന്ന് വിശപ്പകറ്റാൻ ബർഗർ യാചിച്ചു വന്ന കുട്ടി രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ താൻ വന്ന വഴി മറക്കാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായില്ല. അന്ന് തന്റെ വിശപ്പ് മാറ്റിത്തന്ന സ്ത്രീയെ കണ്ടുപിടിക്കുകയും രാജ്യത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റുകളിൽ ഒന്ന് അവർക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, കഠിന പരിശ്രമവും അധ്വാനവും കൊണ്ട് ലോക ഫുട്ബോളിലെ രാജാവായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചാണ്. പകരക്കാരനില്ലാത്ത കളിക്കാരൻ, ഫുട്ബോളിലെ രാജാവ് ക്രിസ്ത്യാനോ റൊണാൾഡോ.